നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് ജൂലൈ 1 ഇന്നു മുതൽ 30 ദിവസം വരെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന ഓരോ എനർജികളെയുമാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം, എന്തെല്ലാം വിട്ടുവീഴ്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആക്കണം, റിലേഷൻഷിപ്പുകളിൽ എന്തൊക്കെയാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് എനർജികളെ ഈ ഒരു മാസത്തെ ജൂലൈ 1 മുതൽ 30 വരെയുള്ള ദിവസത്തിൻ്റെ എനർജീനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുള്ള ഒരു റീഡിങ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്ന മനസ്സിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻസ് ഇപ്പോഴത്തെ സിറ്റുവേഷൻസിനും വ്യക്തമായൊരു മറുപടി ലഭിക്കാനുള്ള ഒരു എനർജി ലഭിക്കാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക. ജനറൽ റീഡിങ്സ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന ഒരു റീഡിങ്സ് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനർജി കണക്റ്റ് ചെയ്യണം. പിന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ മാസം നിർബന്ധമായിട്ട് അഫർമേഷൻസ് എഴുതുക. വളരെ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ഒരു മാസം അഫർമേഷൻസ് എഴുതുക. നിങ്ങളുടെ ലൈഫിലേക്ക് കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വന്നു ചേരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അഫർമേഷൻസുകൾ എഴുതുക. ക്ഷമയോടുകൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ കർമ്മ ബേസിലൊക്കെ ആണെങ്കിൽ അതെല്ലാം മാറി തിരിഞ്ഞ് വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവാകുന്ന ബന്ധങ്ങൾ വരാനും നിങ്ങളിൽ നിന്നും വിട്ടുപോയ ബന്ധങ്ങൾ പോസിറ്റീവായിട്ട് ആ ഒരു കർമ്മ കാലഘട്ടം കഴിഞ്ഞ് നിങ്ങളിലേക്ക് തിരിച്ചു വരാനും വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ അഫർമേഷൻസ് എഴുതുക. അതിനു വേണ്ടിയിട്ട് ക്ഷമയോടുകൂടി വെയിറ്റിംഗ് ചെയ്യുക കേട്ടോ. റീഡിങ്സ് എടുത്ത് പിറ്റേ ദിവസം തന്നെ റിയൂണിയൻ എന്ന് കേട്ടാൽ ആവുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നമ്മുടെ കർമ്മ സമയമുണ്ട്. ഓരോ ബന്ധങ്ങൾക്ക് ഓരോ വ്യക്തികളെയും ബേസ് ചെയ്ത് കർമ്മയുടെ ഒരു കാലയളവുണ്ട്. അതെപ്പോഴാണോ അവസാനിക്കുന്നത് അതനുസരിച്ച് ആ ഒരു പേഴ്സൻ്റെ എനർജി വരികയുള്ളൂ. എല്ലാ റീഡിങ്സിലും സെൽഫ് ലവിലേക്ക് മാറാൻ പറയുന്നതിൻ്റെ കാരണം നിങ്ങൾ സെൽഫ് ലവ് എനർജിയിലേക്ക് എപ്പം മാറുന്നു അപ്പോഴാണ് കർമ്മ ഹീലിങ്ങിന് വളരെ സ്പീഡിന് ആ ഒരു പ്രോസസ്സിങ് നടക്കൂ. നിങ്ങൾ ഈ പേഴ്സണിൽ തന്നെ ഇങ്ങനെ വേറെ ഒന്നിലും ശ്രദ്ധിക്കാതെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ബാലൻസ് ഒരു ഉത്തരവാദിത്തങ്ങളിൽ ഫോക്കസ് ചെയ്യാതെ ഇതിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം അതങ്ങനെ നിങ്ങളെ സമയവും കാലവും ഒക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദൈർഘ്യം ഫീൽ ചെയ്യിക്കുകയും കൂടുതൽ നിങ്ങൾ ഡൗൺ ആയി നിങ്ങൾ നെഗറ്റീവ് എനർജിയിലേക്ക് പോവുകയും ചെയ്യും. അപ്പം സെൽഫ് ലവിലേക്ക് മാറുക കേട്ടോ. ചാരിയറ്റിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു മാസം ഒരു കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട്. സിറ്റുവേഷൻസുകൾ 1-2 തരത്തിൽ വരാൻ സാധ്യതയുണ്ട്. പ്രതിസന്ധികളും വരുന്നുണ്ട്. എന്നാൽ ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റുന്ന, അതിനെ മറികടക്കാൻ പറ്റുന്ന പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻസുകളും ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു മാസം ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ട്രാവലിംഗ് നിങ്ങൾക്ക് എത്ര നിങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ പോലും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ടതാകുന്ന സാഹചര്യം വളരെ ശക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു മാസത്തിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം ഇന്നലകൾ വരെ നിങ്ങൾ എങ്ങനെയാണോ ഒരു ഇടുങ്ങിയ ചിന്താഗതിയോടുകൂടി ഉൾവലിഞ്ഞ് നിന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഒരു സാരഥിയുടെ എനർജിയായിട്ട്, അതായത് നിങ്ങൾ നയിക്കേണ്ടി വരുന്ന, നിങ്ങളുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളും സിറ്റുവേഷൻസുകളും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ശരിക്കും നിങ്ങളുടെ ബുദ്ധി പ്രയോഗിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, നിങ്ങളുടെ ആ ഒരു വിൽ പവർ എനർജി, ശക്തിയും ബുദ്ധിയും നിങ്ങൾ ഈ ഒരു മാസം ഉപയോഗിക്കേണ്ടി വരും. അതായത് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഹാർഡ് വർക്കിന് ഫോക്കസ് ചെയ്യേണ്ട ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഉള്ളതു മതി എന്ന് ചിന്തിച്ച മനസ്സോടുകൂടിയൊക്കെ നിങ്ങൾ ആ ഒരു ചെറിയ ഒരു ഇടുങ്ങിയ ഒരു മിഡിൽ ക്ലാസ് എനർജിയിലൊക്കെ മനസ്സുകൊണ്ട് നിന്ന വ്യക്തികളെ സംബന്ധിച്ച് അവിടെ നിന്നൊക്കെ നിങ്ങൾ പോലും അറിയാതെ ഒരു അദൃശ്യ ശക്തിയുടെ ഒരു പുഷിങ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ പുറത്ത് കടക്കേണ്ടി വരുന്നുണ്ട്. നിങ്ങൾ മുന്നോട്ടേക്ക് കുതിച്ചു പോകേണ്ടി വരുന്ന ആഗ്രഹങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഉൾവലിയുന്നത് അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല ശക്തമാകുന്ന തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നുണ്ട്. ഇമോഷണലി ഒന്നും ഈ ഒരു മാസം നിങ്ങൾ നെഗറ്റീവ്, അതായത് ഇമോഷണലി ഒന്നും ഡൗൺ ആവുകയില്ല കേട്ടോ. ഇമോഷണലി നിങ്ങൾക്ക് നല്ലൊരു വിൽ പവർ എനർജി,
സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവർ എനർജി വരുന്നുണ്ട്. കാര്യങ്ങളെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും പല രീതിയിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ മായാവലയത്തിൽ പെട്ടുപോകാതെ ശ്രദ്ധിച്ച് മാത്രം തീരുമാനമെടുക്കുക എന്നാണ് കാണുന്നത്. അതായത് കരിയർ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങാനോ മറ്റുമൊക്കെ ആയിക്കോട്ടെ, അവിടെ നമ്മളോട് എനർജിയിൽ കാണിച്ചു തരുന്നത് നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരുന്നു. നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യം അത് വേണോ വേണ്ടയോ, ഇപ്പോൾ കറൻറ്റ്ലി നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചു മാത്രം തീരുമാനമെടുക്കുക. അത് ബന്ധങ്ങളിലാണെങ്കിൽ പോലും അങ്ങനെ തീരുമാനമെടുക്കുക. എന്തെങ്കിലും വിശേഷങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെയുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊക്കിനൊതുങ്ങുന്ന കൊത്തുക എന്നാണ് കാണുന്നത്. കാരണം കൈവിട്ട് കളിക്കരുത് എന്നുള്ളൊരു എനർജി കൂടി നമുക്ക് കാണുന്നുണ്ട് ഈ ഒരു മാസം. പിന്നെ ഈ ഒരു മാസത്തിൻ്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകത എന്ന് പറയുന്നത് മനസ്സിന് നല്ലൊരു ആത്മനിയന്ത്രണമുണ്ട്, ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട്. അതായത് പിന്നിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല, മുന്നോട്ടേക്ക് തന്നെ പോകാമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസവും ചിന്തയും ഒക്കെ വരുന്നുണ്ട്. ഈ ഉറച്ച വിശ്വാസവും ചിന്തയ്ക്ക് അപ്പുറത്തേക്ക് നോക്കുമ്പം നമുക്ക് പറയാൻ പറ്റുന്നത് തിരിച്ചറിവാണ് കേട്ടോ. 5 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്ന് നിൽക്കുന്നത്. അതായത് സ്വയം ഇരയാക്കപ്പെടും എന്നുള്ള ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ ഇരയാക്കപ്പെടുന്നു എന്നുള്ളൊരു ഫീലിങ്സിൽ ചുറ്റുമുള്ളവരിൽ നിന്ന് പരിഗണന കിട്ടുന്നില്ല എന്നുള്ള ചില ചിന്തകളിലൊക്കെ നിന്ന വ്യക്തികളെ സംബന്ധിച്ച് എൻ്റെ സമയം നഷ്ടപ്പെടുത്തിയാൽ അങ്ങനെയുള്ള ചിന്തകളിൽ മറ്റുള്ളവരിലേക്ക് ഫോക്കസ് ചെയ്ത് മറ്റുള്ളവരുടെ സ്നേഹം, സാന്നിധ്യം, പ്രസൻസ്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ, ഇതൊക്കെ ഇന്നലകൾ വരെ നിങ്ങളെ ബ്ലോക്കാക്കി നിർത്തിയിരുന്ന കാര്യങ്ങളായിട്ടാണ് കാണുന്നത്. ഇപ്പം ഇന്ന് ഈ ഒരു സമയം മുതൽ നിങ്ങൾ ചിന്തിക്കുന്നത്, ഞാൻ എൻ്റെ ടൈം വേസ്റ്റ് ആക്കിയല്ലോ, എത്രയോ നല്ല സമയം എൻ്റെ ജീവിതത്തിൽ വന്നിട്ട് ആവശ്യമില്ലാതെ മറ്റുള്ളവരിലേക്ക് ഫോക്കസ് ചെയ്ത് അവരുടെ ഫിസിക്കൽ സപ്പോർട്ടും മെൻ്റൽ സപ്പോർട്ടും ഇമോഷണൽ സപ്പോർട്ടും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നല്ല സമയങ്ങളെ വേസ്റ്റാക്കിയല്ലോ എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം നിങ്ങൾക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. പക്ഷേ ആ ഒരു ചിന്തയിൽ നിന്നും ഒരു സെൽഫ് റെസ്പെക്റ്റ് എനർജിയിലേക്കും ലൈഫിലൊരു മിറാക്കിൾ, ഒരു മാജിക്ക് ക്രിയേറ്റ് ചെയ്യണം, മാറ്റണം ജീവിതത്തെ എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിലേക്കും മനസ്സ് മാറി നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് 6 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം ഇനിയില്ല. കഴിഞ്ഞു പോയി. പക്ഷേ എന്നാലും നിങ്ങളുടെ ഉള്ളിലൊരു സ്ട്രോങ് ആയിട്ടൊരു ദൃഢനിശ്ചയത്തോടു കൂടി കാര്യങ്ങളെ തീരുമാനിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളുടെ പാസ്റ്റ് ഈ ഒരു മാസം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്. കാരണം ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴും പാസ്റ്റിൽ ഇന്നത് സംഭവിച്ചത് കൊണ്ടാണല്ലോ ഇന്ന രീതിയിൽ പോകേണ്ടി വന്നത്, ഈ പ്രാവശ്യം അത് സാധ്യമല്ല, ഞാനത് ശ്രദ്ധിക്കും, ഞാനത് പ്രതികരിക്കും എന്നുള്ള ഒരു ചിന്തയിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ടാണ് കാണുന്നത്. നിരാശ നിങ്ങളുടെ ലൈഫിൽ ഒരു കൺഫ്യൂഷൻ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ റിലേഷൻഷിപ്പിലായിരിക്കാം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത മനസ്സിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയും അതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു തീരുമാനം റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് എടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒരു ട്രാപ്പ് എനർജിയിൽ പെട്ടതായിട്ട് കാണുന്നുണ്ട്, ഒരു മോഹവലയത്തിൽ പെട്ട പോലുള്ളൊരു എനർജി നമുക്ക് പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ കാണുന്നുണ്ട്. ശരിക്കും ആ ഒരു നിരാശയുടെ ആഴത്തെ നിങ്ങൾക്ക് ശരിക്കും ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു വന്നതെന്നും നിങ്ങൾ എന്തായിരുന്നു പാസ്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്തതെന്നും അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനമുണ്ടായി എന്നും, അതായത് ഈ ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ പൂർണ്ണമായും ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്കതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്നുള്ളൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ ആ ഒരു മനസ്സിലാക്കൽ നിങ്ങളുടെ ലൈഫിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ കണക്റ്റഡ് ആയി വരുന്നുണ്ട്. അതായത് ശരിക്കും അതിൽ നിന്നും പുറത്ത് കടക്കാൻ സാധിക്കുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നു. ഒരു പക്ഷേ കർമ്മ ഹീലിങ്ങും ആയിരിക്കാം കേട്ടോ. ചില ബന്ധങ്ങളിൽ പെട്ടുപോവുകയും അവിടെ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുകയും ചെയ്യുന്നതും പിന്നീട് ആ ഒരു എനർജിയിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ ഒന്ന് ഉറങ്ങി ഉണരുമ്പം എല്ലാം ശൂന്യമായതുപോലെ, എല്ലാം ക്ലിയർ ആയതുപോലെ, നമ്മുടെ മൈൻഡ്
വളരെ ക്ലിയർ ആയതുപോലെ പല കാര്യങ്ങളും ഡിലീറ്റ് ആയിപ്പോയി, പല കാര്യങ്ങളും പോസിറ്റീവായിട്ട് ഒന്നേന്ന് തുടങ്ങാൻ പറ്റുന്ന വിധം നമ്മുടെ മനസ്സിൽ തന്നെ ഒരുപാട് സ്റ്റോറേജ് വന്ന ഒരു ഫീലിങ്സ് നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. അതായത് മാറി ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു. ഒറ്റയ്ക്ക് മതി, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ലൈഫിൽ കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾക്ക് അബണ്ടൻസ് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും. അതിലേക്ക് ഫോക്കസ് ചെയ്യുക, ഒറ്റയ്ക്ക് മുന്നോട്ടേക്ക് പോകുക എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് നിങ്ങൾ മാറുന്നത്. പക്ഷെ അത് വല്ലാതെ ഒരു സക്സസ് എനർജിയാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇനി മുന്നോട്ടേക്ക് നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റ് വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ അബണ്ടൻസ് ആണ്, ലക്ഷറി എനർജിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അത് നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കും. നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സൗന്ദര്യമുണ്ടോ, ഫിസിക്കൽ ബ്യൂട്ടി ഉണ്ടോ, അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ആവാൻ പറ്റുന്നു. നിങ്ങളെ തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അതുപോലെ ഹാങ്ക്ഡ് മാൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. നെഗറ്റീവുകളെല്ലാം നിങ്ങളിൽ നിന്നും പുറത്ത് പോകുകയാണ് കേട്ടോ. ശരിക്കും നിങ്ങൾ പേടിച്ചിരുന്ന, സ്ട്രെസ് എനർജിയിലിരുന്ന, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളവരായിരുന്നു കാണും. നിങ്ങളുടെ പ്രയാസങ്ങളായിരിക്കാം, നിങ്ങളുടെ ഇല്ലായ്മകളായിരിക്കാം, നിങ്ങളോടൊപ്പമുള്ളവരോട് ഷെയർ ചെയ്യാതെ സ്വയം നിങ്ങളത് വഹിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരുന്ന വ്യക്തികളാണ് എങ്കിൽ ഒരു പക്ഷെ അത് പറയേണ്ട കാര്യങ്ങൾ പോലും നിങ്ങൾ പറയാതെ സ്വയം നിങ്ങളുടെ തലയിലേക്ക് സർവ്വ കാര്യങ്ങളും ചുമന്ന് പിടിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ സർവ്വ ബാധ്യതകളും ഏറ്റെടുത്ത് എന്നിട്ട് മുന്നോട്ടേക്ക് ഒരു അടി പോലും വെക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ വിശ്രമിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യണം, ഒന്ന് സമാധാനപരമായിട്ടൊന്ന് ഇരിക്കണം, സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അതായത് കാര്യങ്ങളെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. പഴയ സിറ്റുവേഷൻസുകളെ ആണെങ്കിലും എല്ലാം ഒന്ന് ക്ലാരിറ്റി വരുത്തി, അതായത് ഏൽപ്പിക്കേണ്ടവരെയൊക്കെ അങ്ങ് ഏൽപ്പിക്കാം എന്നുള്ളൊരു ഫീലിങ്സിലേക്കൂടി കാര്യങ്ങൾ മാറുന്നുണ്ട്. മാറുക മാത്രമല്ല, അത് നിങ്ങൾക്കിടെ ചേഞ്ചിങ് ആണ്, സമയത്തിൻ്റെ ചേഞ്ചിങ് ആണ്. ഈ ഒരു മാസം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്ന ഒരുപാട് പുതിയ അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ തയ്യാറാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയും വന്നിട്ടുണ്ട്, റിയൂണിയൻ എനർജികളും വരുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കരിയർ മേഖല, പൊസിഷൻ, അതെല്ലാം നിങ്ങൾക്ക് പേരോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കളങ്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്തിയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് താഴേക്ക് പോരേണ്ടി വന്നവരുണ്ടെങ്കിലും, അല്ലെങ്കിൽ എത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ, നിങ്ങളുടെ ഒരു സ്വപ്നം, പാഷൻ, അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മാസം നിങ്ങളുടെ കരിയർ മേഖലയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ ഒരു ഗാർഡിയൻ പ്രസൻസ് നൽകുന്നത് അവിടെയെല്ലാം നിങ്ങൾക്ക് ശോഭിക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നമുക്കിവിടെ സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത്, 8ൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ചില സമയങ്ങളിൽ ഈ ഒരു മാസം നിങ്ങൾ 2 ഫേസ് എനർജിയിൽ നിൽക്കും കേട്ടോ. അത് നല്ലതാണ്. എപ്പോഴും നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പോയിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഒരു 2 ഫേസ് എനർജിയിൽ പലയിടത്തും ഒരു പക്ഷേ ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് ആണ് കാണുന്നത്. നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാവാം നിങ്ങൾ ഒരു 2 ഫേസ് എനർജിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മനസ്സിൽ ചില കാര്യങ്ങളുണ്ടെങ്കിലും പുറമേ അത് ഇല്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പെരുമാറാൻ സാധ്യത കാണുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ എന്തൊക്കെയോ കാര്യങ്ങൾ, പുതിയ ചില തീരുമാനങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ലൈഫിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളായിട്ടാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ആ ഒരു 2 ഫേസ് എനർജിയിലുള്ള നിങ്ങളുടെ ഒരു പെരുമാറ്റമായാലും നിങ്ങളുടെ തീരുമാനമായാലും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു മാസം അവസരമുണ്ട്. ഈ മാസം നിങ്ങൾ ഉണരുമ്പോൾ, കണ്ണ് തുറക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ എന്തായിരുന്നു ഇന്നലെ വരെ എന്നുള്ളത് നോക്കണ്ട. എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഒരുപാട് മിറാക്കിൾ സംഭവിക്കും, എൻ്റെ ലൈഫിൽ ഇന്നത്തെ ദിവസം ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നൊരു 5-8 പ്രാവശ്യം, ഒരു 21 പ്രാവശ്യം ഒന്ന് പറയുക കേട്ടോ.
ആ കട്ടിലേക്ക് കിടന്നുകൊണ്ട് ആര് നിങ്ങൾ ഈ റീഡിങ്സ് കാണുന്നവരായാലും പറയാനുള്ളത്, ഈ ഒരു മാസം മാത്രം നിങ്ങളതൊന്ന് പറഞ്ഞു നോക്കുക കേട്ടോ. എൻ്റെ ലൈഫിൽ മിറാക്കിളുകൾ സംഭവിക്കുന്നു, ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ സന്തോഷകരമാകുന്ന അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ മിറാക്കിൾ സംഭവിച്ചിരിക്കുന്നു, എൻ്റെ ലൈഫിൽ അത്ഭുതകരമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പറയാൻ പറ്റുന്ന വാക്കുകൾ ഏതൊക്കെയാണോ അതെല്ലാം നിങ്ങൾ ഉപയോഗിച്ചുകൊള്ളുക കേട്ടോ. ഒരു റീയൂണിയൻ പ്രസൻസും കാണുന്നുണ്ട് കേട്ടോ. ഒരു സ്നേഹം, പ്രണയത്തിൻ്റെ ഒരു പക്ഷേ നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് കടന്നുപോയൊരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ചീറ്റിംഗ് ചെയ്തു പോയ വ്യക്തി നിങ്ങളെ നിങ്ങളെ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് നിങ്ങളെ കളഞ്ഞിട്ട് പോയ വ്യക്തിയാണ്. ഉപയോഗിച്ച് കളഞ്ഞ വ്യക്തി. ചീറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ പല രീതിയിലുണ്ട്. സ്നേഹമൊക്കെ പ്രകടിപ്പിച്ച് കുറച്ച് നാൾ നിന്നിട്ട് പെട്ടെന്ന് സ്റ്റക്കായി പോകുന്നു. അതേസമയം നമ്മളെ ഫിസിക്കലി ഉപയോഗിക്കുന്നവരുണ്ട്, ഫിനാൻഷ്യലി ഉപയോഗിക്കുന്നവരുണ്ട്, നമ്മുടെ ലൈഫിൽ നമ്മളുടെ കരിയർ മേഖലയൊക്കെ തകർക്കുന്ന തരത്തിൽ നമ്മളെ ചൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെ നിങ്ങളെ ശരിക്കും ഉപയോഗിച്ചിട്ട് ഒരു പക്ഷേ നിങ്ങളുടേതാകുന്ന പല പോസിറ്റീവാകുന്ന കാര്യങ്ങളും പലതും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സിറ്റുവേഷൻസിൽ ഒരു വ്യക്തിയുടെ റീയൂണിയൻ പ്രസൻസ്, ഒരു കോളോ മെസ്സേജോ ഉണ്ടാകും. അതൊരു പക്ഷേ മനസ്സ് തുറന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു പക്ഷേ ഒരു പകരം വീട്ടലിന് കിട്ടിയൊരു അവസരമായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കും കേട്ടോ. അതുപോലെ ദ മജീഷ്യൻ എനർജി വന്നിട്ടുണ്ട്. മിറാക്കിൾ സംഭവിക്കും. അതായത് തകർന്നു പോയ പലതും ക്ലിയർ ആകുന്ന സമയമാണ് ഈ ഒരു മാസം. നിങ്ങളുടെ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും ഏത് റിലേഷനിലാണെങ്കിലും നിങ്ങളിൽ തകർച്ച സംഭവിച്ച ട്രാജഡി നേരിട്ടിരുന്ന സാഹചര്യങ്ങളിലെല്ലാം മിറാക്കിൾ സംഭവിക്കും ഈ ഒരു മാസം. റീയൂണിയൻ പ്രസൻസ് ആണ്, പുതിയ തുടക്കമാണ് വരുന്നത്. ഇത് ഞാൻ റീഡിങ്സിൽ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ ചിന്തകളും കൂടി അതിനോടൊപ്പം ഈ മാസം കൊണ്ടുപോകണം. അഫർമേഷൻസ് നിർബന്ധമായിട്ട് എഴുതണം. ഉറങ്ങി ഉണരുമ്പോൾ ഒരു 21 പ്രാവശ്യമെങ്കിലും അവിടെ കിടന്ന് മനസ്സുകൊണ്ടെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറയണം. നമ്മളിലൂടെ നമ്മൾ മാറ്റങ്ങളെ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മളെപ്പോഴും ചിന്തിക്കുന്നതാണ് നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആണ് കേട്ടോ. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മാനിഫെസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു വിഷയം എടുത്തു വെച്ച് ചിന്തിക്കുന്നതും നമ്മുടെ മൈൻഡ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 3 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഭയപ്പെട്ടിരുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിരുന്ന, സ്റ്റക്കായിട്ടിരുന്ന ഒരു സിറ്റുവേഷൻസ്, ഒരു പക്ഷേ നിങ്ങൾ ആർക്കെങ്കിലും സാമ്പത്തികപരമായ സഹായം ചെയ്തിട്ട് അവിടെ നിന്ന് നിങ്ങൾക്കൊരു ചതി പറ്റിയിട്ടുണ്ടെങ്കിൽ, ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾ സപ്പോർട്ടായിട്ട് കൊടുത്തെടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ തിരിച്ച് ലഭിച്ചത് ഒരു നിരാശയാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു മാപ്പ് പറയുന്ന, അതായത് നിങ്ങളോട് മാപ്പ് പറയുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. സോഴ്സിൻ്റെ എനർജി വരുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് കുറച്ച് കർമ്മ നേരിടേണ്ട സമയമാണ് കേട്ടോ. അതായത് നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഒരു സാമ്പത്തിക ഇടപാടിനെ ബേസ് ചെയ്തോ അല്ലെങ്കിൽ അർഹതയില്ലാത്തവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് അർഹതയുള്ളവർക്ക് മുമ്പിൽ മുഖം തിരിക്കുക ചെയ്തതിൻ്റെ ഫലമായിട്ട് ചെറിയൊരു കർമ്മ ഈ ഒരു മാസം നേരിടേണ്ടി വരും. അത് നിങ്ങൾ കംഫർട്ട് സോണിലാണ്, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണെങ്കിലും നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടാതെ പോകുന്നൊരു കാര്യമായിട്ടാണ് കാണുന്നത്. 4 ഓഫ് വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. സന്തോഷമാണ്, ഇമോഷണൽ അബണ്ടൻസ് ആണ്, സെലിബ്രേഷനൊക്കെ. നിങ്ങൾക്കൊരു ട്രാവലിങ്ങോ അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങളിലുള്ള ഒരു കൂടിച്ചേരലുകളോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയോടൊത്ത് കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസോ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു മാസം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഒറ്റയ്ക്കും സന്തോഷിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സെൽഫ് ലവ് എനർജിയിലും കടന്നു പോകാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഒരു മെൻ്റൽ ക്ലാരിറ്റി ഒക്കെ വരുന്നുണ്ട്. വൈകാരികമായി ചിന്തിക്കുന്ന ആ ഒരു രീതിയൊക്കെ മാറ്റി മറ്റുള്ളവരോട് സിമ്പതിയൊക്കെ തോന്നുന്ന സിറ്റുവേഷൻസൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് മെൻ്റലി കാര്യങ്ങൾ നല്ലൊരു തീരുമാനിക്കുന്ന, നല്ല സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ക്യാരക്ടറിലേക്ക് വരുന്നുണ്ട്. അതുപോലെ 7 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ഓപ്പർച്യൂണിറ്റീസ് വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേദന നൽകിയ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ വീണ്ടും ചില ബർഡനുകൾ ചുമക്കേണ്ടി വരും. ഈ മാസം അവസാനത്തോടു കൂടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങൾ ചെയ്ത് വെച്ചാൽ, ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാതെയും
സെൽഫ് റെസ്പെക്റ്റിലൂടെ കടന്നു പോകാതെയൊക്കെ ചില തീരുമാനങ്ങൾ എടുത്താൽ ബർഡൻ ചുമക്കേണ്ടി വരും കേട്ടോ. അതുപോലെ കർമ്മ ഹീലിംഗ് ഉണ്ട് കേട്ടോ. ഈ ഒരു മാസം നിങ്ങൾക്ക് കർമ്മ ഹീലിംഗ് ആണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ശത്രുഭാഗത്ത് നിൽക്കുന്നവർക്കൊക്കെ കൺഫ്യൂഷൻ വരുത്തുന്നുണ്ട് കേട്ടോ. നിങ്ങളോട് ശത്രുതയോടുകൂടി ചിന്തിക്കുന്നവർ, നിങ്ങളോട് പെരുമാറുന്നവർ, നിങ്ങളെ ചൂഷണം ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ എനർജി ഫീൽ ചെയ്യിക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജി ചേഞ്ചിങ്ങിൻ്റെ ഫലമായിട്ട് ഇവരെങ്ങോട്ടേക്കായി പോകണം, ഇവർക്ക് നല്ല മാറ്റമുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് ശത്രുക്കളുടെ പ്രസൻസ് മാറാൻ സാധ്യതയുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്ന അവസാനം. തീർച്ചയായിട്ടും സമയം ചേഞ്ചിങ് ആണ്. ഈ ഒരു മാസം അനുകൂലമാണ്. പാസ്റ്റിലേക്ക് ഒരുപാട് തിരിഞ്ഞു നോക്കാതിരിക്കുക. പാസ്റ്റിനെ ഒരുപാട് ഫോക്കസ് ചെയ്യാൻ പോയാൽ വീണ്ടും സ്റ്റക്ക് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രതീക്ഷ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഓവറായിട്ട് പ്രതീക്ഷിക്കേണ്ടി വരും. അതല്ല, മുന്നോട്ടേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, പാസ്റ്റിലേക്ക് ഫോക്കസ് ചെയ്യാതെ ഫ്യൂച്ചറിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾക്ക് മാറ്റങ്ങൾ സ്വയം വരുത്താൻ, തെറ്റുകളെ തിരുത്താൻ പറ്റുന്നുണ്ട്. പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ട്. നല്ലൊരു വിവേകത്തോടു കൂടി കാര്യങ്ങളെ കാണാൻ സാധിക്കും കേട്ടോ.